മുട്ടയൊക്കെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കോഴിക്കുഞ്ഞി ഇതേ ഒരെണ്ണം ലൈറ്റ് ഉണ്ട്. ഒരു കോഴിക്കുഞ്ഞി വിരിഞ്ഞു തന്നെ ഇതേ മുട്ട ഒരു നമ്പർ ഇട്ടാണ് വെച്ചാൽ കേട്ടാ. ഇത് കണ്ട, ഇത് നമ്മുടെ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണ്. 4-6 ഇപ്പൊ വിരിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ചെറിയ ശ്രീകാന്ത് നമ്മളുടെ ഒരു ചെറിയൊരു ചാനലാണ്, ചെറിയൊരു വീഡിയോ ആണ്. അതിന്റേതായ ഒരു കുറെ പരിമിതികളൊക്കെ ഉണ്ടാവട്ടെ. അതൊക്കെ പ്രേക്ഷകരോടൊന്ന് ക്ഷമിക്കാൻ പറയാം. നമ്മളിനി വരും കാലങ്ങളിൽ അടിപൊളിയാക്കാം. അപ്പൊ ഓക്കെ, അപ്പൊ ഏതായാലും അപ്പൊ ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നൊരു ഫ്രീ ദിവസമാണ്. നമ്മുടെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ വന്നാക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു കൗതുകകരമായ ഒരു സംഭവം കണ്ട്. സംഭവം എന്താണെന്നറിയാമോ നിങ്ങള്? നമ്മള് കോഴിമുട്ട പണ്ടൊക്കെ വിരിയിച്ചിട്ട് കോഴിനടയിരുത്തി വിരിയിക്കുന്നില്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് അതൊരു ചെറിയൊരു കൗതുകം തോന്നി. ആ സംഭവമാണ്, അതായത് കോഴിമുട്ട നമ്മുടെ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് വിരിയിക്കുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ അവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പല വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇത് പ്രൊഫഷണലി ഒന്നും ചെയ്യണില്ല, സാധാരണ നമ്മുടെ നാടൻ വീടുകളിൽ ചെയ്യാവുന്ന ഒരു രീതിയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് ഏതായാലും അതിന്റെ വിവരങ്ങളിലേക്ക് നോക്കാം. ഇതാണ്, ഈ സാധനത്തിലാണ് നമ്മൾ വിരിയിക്കണത് മുട്ട, ഇൻക്യുബേറ്റർ. നമുക്ക് ഇപ്പൊ ഒരു 3-4 കോഴി വിരിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പോയി നോക്കാട്ടാ. എന്നിട്ട് ബാക്കി ഇത് എങ്ങനെയൊക്കെയാണ് വിരിയിക്കണത്, എത്ര ദിവസം എടുക്കും, ഇത് വാങ്ങാൻ കിട്ടുന്നതാണോ അല്ലെങ്കിൽ ഇത് വാടകയ്ക്കാണോ, ഫുള്ള് ഡീറ്റെയിൽസ് അതൊക്കെ ഞാൻ പറയാം. ഓക്കെ, നമുക്ക് അത് വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾ നോക്കാൻ വേണ്ടി ഇതിനകത്ത് കുറെ വിരിയാനിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. മുട്ടയ്ക്ക് കുറെ നമ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കട്ടാ. ഇത് കണ്ട, ഇത് നമ്മുടെ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണ്. 4-6 ഇപ്പൊ വിരിഞ്ഞിട്ടുണ്ട്. വെച്ചപ്പോ ഞാൻ, അതായത് ഇത് ഒരു കോഴിമുട്ട വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ എനിക്ക് ഇനിയും വിരിയാൻ കുറച്ച് മുട്ടകൾ കൂടി ഉണ്ട്. അപ്പൊ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾ ഭക്ഷണമൊക്കെ കൊടുത്ത് വെള്ളം കൊടുത്ത് ഇതിന്റെ സ്റ്റാർട്ടർ ഒരു സാധനമുണ്ട്, ഇതിന്റെ ഫുഡ്. ഇത് കണ്ട, കോഴിക്കുഞ്ഞുങ്ങൾ കണ്ട നിങ്ങള് കുഞ്ഞിക്കോഴി. അപ്പൊ അത് ഐറ്റങ്ങൾ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. മാറ്റിയിട്ടാക്കി ചൂട് വിളിക്കാൻ. ഇത് നമുക്ക് വിരിയാത്ത സാധനം നോക്കാട്ടാ. ഇതാണ് ഐറ്റം ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞത്. ഇതിന്റെ പേരിൽ വല്ല വ്യത്യാസം ഉണ്ടാകുന്ന എനിക്ക് അറിഞ്ഞൂട കേട്ടാ. എനിക്ക് കൃത്യമായിട്ടാണ് ഇൻക്യുബേറ്റർ തന്നെയാണ് തോന്നുന്നത്. അപ്പൊ ഇത് കണ്ട, ഇത് പൊക്കയാണ്. പതുക്കെ കാണിക്കുന്നത് കണ്ട. മുട്ടയൊക്കെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കോഴിക്കുഞ്ഞി ഇതേ ഒരെണ്ണം ലൈറ്റ് ഉണ്ട്. ഒരു കോഴിക്കുഞ്ഞി വിരിഞ്ഞു തന്നെ ഇതേ മുട്ട ഒരു നമ്പർ ഇട്ടാണ് വെച്ചാൽ കേട്ടാ. നോക്കിയേ, 4, 5, 3, 6 വിരിഞ്ഞതിനേക്കാണ്. ഇതിന്റെ സെറ്റപ്പ് കണ്ട, ലൈറ്റൊക്കെ ഇട്ട് വിരിയാണ്. നമുക്ക് ഐറ്റങ്ങളെ ശല്യപ്പെടുത്തണ്ട, അടച്ചോ. ഇതിന്റെ സെറ്റപ്പ് എങ്ങനെയാണ് നമുക്ക് കൂട്ടുകാരോട് ചോദിക്കുക. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ശ്രീകാന്ത്. എങ്ങനെയാണ് ഇത് എവിടെന്നാ വാങ്ങിച്ചത്? ഓൺലൈൻ വഴിയാണ് വരുത്തിച്ചത്. ഓൺലൈൻ 2000 രൂപ താഴെ ഉള്ളത്, 2000 രൂപ ആദ്യമായിട്ടുള്ളത്. ഒരു 21 കൊണ്ടാണ് നമ്മ വെച്ചത്. 21. അത് നമ്പർ ഇട്ട് വെക്കണം എന്തിനാണിത്? കൊത്തുകൊട്ടയാണ് കഴിക്കുന്നത്. അത് വീട്ടിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അതായത് കൊത്തുമുട്ട എന്ന് പറഞ്ഞാല് ആ കൊത്തിക്കാൻ പറ്റിയ മുട്ട, അതായത് അങ്ങനെ ഇത് അതിന് സ്പെഷ്യലൈസ് ചെയ്ത മുട്ടയൊക്കെ ഉണ്ട്. കറക്റ്റ് ആയിട്ട് വിരിയുള്ളൂ. അതല്ല, അപ്പൊ അത് ഇത് ഉണ്ടാക്കണ ആൾക്കാർക്ക് ഇത് കൊത്തിക്കാൻ പറ്റിയ മുട്ടയെന്ന് അറിയാൻ പറ്റും. അതിന് പ്രത്യേക സ്ഥലങ്ങളുണ്ടല്ലേ? 21 ദിവസങ്ങൾ വാങ്ങണം. കംപ്ലീറ്റ് കിട്ടുമെന്നറിയില്ല. ചിലതൊക്കെ നമുക്ക് വാങ്ങിപ്പോ ചെയ്യും. 20 വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഒരു 10 8 ഒക്കെ അങ്ങനെ കിട്ടണം. ഇവിടെ ഇപ്പൊ 1000 ഇപ്പൊ 5 കിട്ടി. ബാക്കി ആവും. അപ്പൊ ഏതായാലും ഇത് നല്ലൊരു സംരംഭമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിൽ ഒരു ദിവസം ലക്ഷക്കണക്കിന് മുട്ട വേണം. പക്ഷേ ഇത്രയും കോഴികൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടാകുന്നതിന്റെ ഭയങ്കര സംശയമാണ്. ഇതൊക്കെ ചൈനീസ് മുട്ടയാണ്, ആ മുട്ടയാണ്, ഈ മുട്ടയാണെന്നൊക്കെ പറയണ്ടേ. ഏതായാലും ഇത്തരത്തിലുള്ള പരിപാടിയൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് നല്ല വിശ്വാസത്തോടുകൂടി നമ്മുടെ കുട്ടികൾക്ക് ഈ മുട്ടയെ കൊടുക്കാനേ പറ്റും. മുട്ടയെ ഇതെന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. മുട്ട നമ്പർ ഇട്ട് വെക്കണതിന് കാര്യമുണ്ട്. പിന്നെ ഇത് നമ്മൾ വെറുതെ കൊണ്ട് മുട്ട വെച്ചിട്ട് ലൈറ്റ് ഇട്ടോ ഇത് ഓൺ ചെയ്ത് വെച്ച് മാത്രം മതിയോ, അല്ലെങ്കിൽ ഇത് എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് ഫ്രണ്ടിനോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇത് നമ്മൾ ഈ സാധനം കൊണ്ടുവന്ന് വെച്ച് മുട്ട ഒരു 21 നിങ്ങൾ വാങ്ങിച്ച് ഇത് അതിനകത്ത് കൊണ്ട് വെച്ച് ഇത് ഓൺ ചെയ്ത് ഇനി പിന്നെ എന്താണ് ചെയ്യേണ്ടത്? സൗണ്ടിൽ പറയട്ടാ. നമ്മളിപ്പോ 18 മുട്ടയാണെങ്കിൽ 18 നമ്പർ ഇട്ട് ഓരോ മുട്ടക്ക് ഒന്ന് തുടങ്ങി 18 നമ്പർ ഇട്ടത്. അത് 18 ദിവസം വരെ നമ്മൾ തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കണം, ചൂട് കുളിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ മറിച്ചും തിരിച്ചും വെച്ച് കൊടുക്കണം. നമുക്ക് മാറിപ്പോയിരിക്കാൻ വേണ്ടിയാണ്. മാറിപ്പാവോ, മനസ്സിലായി. അതായത് മുട്ടയില് നമ്പർ ഇടണത് ഈ കേട്ടോടാ സുഹൃത്തുക്കളെ, അതായത് മുട്ടയില് നമ്പർ ഇടണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് മുട്ട എല്ലാ ദിവസവും മറിച്ചും തിരിച്ചും എല്ലാ ഭാഗത്തേക്കും ചൂട് കിട്ടാൻ വേണ്ടി മറിച്ചും തിരിച്ചും വെച്ചു കൊടുക്കണം. അപ്പൊ 18 ദിവസം, എത്ര ദിവസമാണ്? 18 ദിവസം വെക്കണം. അപ്പൊ മുട്ടയ്ക്ക് നമ്മൾക്ക് ഏത് മുട്ടയ്ക്കാണ് നമ്മൾ തിരിച്ചു വെച്ചത്
എന്നറിയാനാണ്. അപ്പൊ നമുക്ക് മുട്ട അറിയാൻ പറ്റില്ല, അതിന് വേണ്ടിയാണ് ഈ മുട്ട നമ്പർ ഇട്ട് വെക്കണത്. അപ്പോളെ എല്ലാ സ്ഥലത്തേക്ക് ഇത് ചൂട് വരുള്ളൂ, ഇൻക്യുബേറ്ററിൽ ഇത് വിരിയുള്ളൂ. പിന്നെ ഇതിന്റെ വെള്ളം എന്തായാലും അങ്ങനെ നമുക്ക് എപ്പോഴും മാറ്റി മാറ്റി കൊടുക്കണം, ഇതിനകത്ത് മാറ്റി മാറ്റി വെച്ച് കൊടുക്കണം. ഇതിനകത്ത് ഇതിന്റെ ഉള്ളിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടാവും അല്ലെ. ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സിൽ ഇതിന്റെ ഉള്ളിൽ വെള്ളം വെക്കും. അത് എല്ലാ ദിവസവും ആ വെള്ളം മാറ്റി മാറ്റി വെക്കണം. ഇത്രേ ഉള്ളൂ ഇതിന്റെ പ്രോസസ്സ്, വേറെ ഒന്നും ചെയ്യണ്ട. അല്ല അപ്പൊ എത്ര ദിവസം കഴിയുമ്പോൾ ഇത് വിരിയും? 18 ദിവസം കഴിയുമ്പോൾ ഇത് വിരിയും. 21 ദിവസം കഴിയുമ്പോൾ ഇത് വിരിഞ്ഞു തുടങ്ങുമെന്നാണ് പറഞ്ഞത്. എല്ലാ മുട്ടകളും ചിലപ്പോൾ വിരിയൂല, ചില 21 ദിവസം കഴിയുമ്പോൾ ഓരോ മുട്ടകൾ ഇങ്ങനെ വിരിഞ്ഞു തുടങ്ങുമെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്പർ ഇട്ട് വെക്കണത് ഇതിന്റെ ചൂടിന്റെ വേരിയേഷൻ, അത് മാറ്റി മാറ്റിയൊക്കെ ഈ ചൂട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് വെക്കണത്. അപ്പൊ ഒരു ഗ്ലാസ് വെള്ളം വെക്കണം, അത് എല്ലാ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കണം. ഇത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു പ്രോസസ്സ്. അപ്പൊ ഈ കോഴി വിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കോഴിക്ക് ഒരു സ്റ്റാർട്ടർ, അതായത് ഒരു നമ്മൾ സാധാരണ ഫുഡ് ബേബി ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കണ പോലെ ഇത് വേറെ തള്ളയില്ലാത്തതിന്റെ പേരിൽ സ്റ്റാർട്ടർ ആയിട്ട് ഒരു ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. ആ ഒരു ഫുഡ് വെച്ചിട്ട് നമ്മളൊരു ബൾബ് ഇട്ടിട്ട് ആ ഒരു ചൂടിൽ തന്നെ കോഴിക്കുഞ്ഞുങ്ങൾ ഇട്ടിട്ട് വെള്ളവും വെച്ചു കൊടുക്കും. അങ്ങനെയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾ വളരണത്. അപ്പൊ ഇത് നമ്മളെ വീട്ടിലേക്ക് ഇത് ചെയ്തെടുക്കുന്നത് ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനവും അല്ലേ? അപ്പൊ ഏതായാലും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ചെറിയ വീഡിയോകൾ എടുക്കട്ടെ. ഇത് നമ്മളൊരു ചെറിയ ശ്രീകാന്ത്, നമ്മളുടെ ഒരു ചെറിയൊരു ചാനലാണ്, ചെറിയൊരു വീഡിയോ ആണ്. അതിന്റേതായ ഒരു കുറെ പരിമിതികളൊക്കെ ഉണ്ടാവട്ടെ. അതൊക്കെ പ്രേക്ഷകരോടൊന്ന് ശ്രമിക്കാൻ പറയാം. നമ്മളിനി വരും കാലങ്ങളിൽ അടിപൊളിയാക്കാം. അപ്പൊ ഓക്കെ. അപ്പൊ ഏതായാലും ഈ സംഭവം ചെയ്യണ നമ്മുടെ ശ്രീകാന്തിനും നമ്മുടെ ശ്രീകാന്തിന്റെ കുടുംബത്തിനും ഏതായാലും അഭിനന്ദനങ്ങൾ. ഓക്കെ, ശരി.